ഈ ആട്ടുകാരെ കൊണ്ട് തോറ്റ് ഒരുത്തിനും ഒരു സഹായത്തിനില്ല. ഒന്നാമത് ദിലീപ് ഏട്ടനും നമിത പ്രമോദും കൂടെ വന്നിരിക്കുന്നു. അവരെ മുമ്പ് എന്നെ മാറ്റി. നീ എന്ത് പണിയാ കാണിച്ചത്? എന്നോട് ചോദിക്കാതെ നീ എന്താ ഷോ തുടങ്ങാൻ? ഞാൻ സുരാജേട്ടനോട് പറഞ്ഞതല്ലേ പരിപാടി തുടങ്ങാറായി, താമസിച്ചു. എന്നാലും ഗസ്റ്റുകളൊക്കെ വന്നിരിക്കുന്നുണ്ടല്ലേ, പ്രത്യേകിച്ച് ദിലീപ് ഏട്ടൻ, നമിത പ്രമോദ്, ഇത്രയും ആൾക്കാർ വന്നിരിക്കുന്നു. കോട്ടിട്ടെ വില പോയി. ആര് പറഞ്ഞ ഈ ലൈറ്റ് ഇങ്ങനെ ഓണാക്കിയത്? സമയമാകുമ്പോൾ ഓണാവും. ഒന്നാമത് ഞാൻ സത്യം പറഞ്ഞ ചമ്മി നാറിപ്പോയി. ഈ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് ഇല്ലാതായിപ്പോയി. ഒരു കാര്യം ചെയ്യ്, എന്നെ നല്ല ബൂസ്റ്റ് ചെയ്ത് പറയും. ഇൻട്രൊഡക്ഷൻ ഓക്കെ, ബൂസ്റ്റ് ചെയ്ത്. ചിരിക്കുക എന്നത് ഒരു അനുഗ്രഹമാണ്. ചിരിപ്പിക്കുക എന്നത് അനുഗ്രഹീതമായ ഒരു കഴിവും. നമ്മളെ ആവോളം പൊട്ടിച്ചിരിപ്പിക്കുവാനുള്ള കഴിവ് ഈ കലാകാരനുണ്ട്. കോമഡിയുടെ കുലപതി. ഓ ദൈവമേ, എനിക്കിനി മരിച്ചാ മതി. ഹാസ്യ സാമ്രാട്ട്. ഓ എന്റെ ഈശ്വര, എന്റെ ഈ ജീവിതം ധന്യമായി. നമുക്ക് സ്വാഗതം ചെയ്യാം ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ വേദിയിലേക്ക് ദി കിങ് ഓഫ് കോമഡി. ഓ താങ്ക് യു, ഇത്രയും പുകഴ്ത്തണ്ടായിരുന്നു. സുരാജേട്ടനത് എവിടായിരുന്നു? ഇതാരാടി? ഇതാരാന്ന്? ഗസ്റ്റ്. भाइयों और बहनों, ഞാൻ സുരേഷ് മേനോൻ, മലയാളി. അയ്യോ മലയാളിയായിരുന്നു. ആദ്യം ഹിന്ദി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ കരുതി ബംഗാളി ആയിരിക്കുമെന്ന്. കാരണം ഇപ്പൊ കേരളത്തിലെ സമസ്ത മേഖലയിലും ബംഗാളിയല്ലേ ഭരിക്കുന്നത്. അപ്പോൾ നാട്ടില് ഫുൾ ബംഗാളിയുള്ള. പിന്നെ കേരളത്തില് ഏതെങ്കിലും ഒരു കടയിൽ കയറി ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ ഹിന്ദി അറിഞ്ഞിരിക്കണം. പക്ഷെ ദുബായിൽ ചെന്ന് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ മലയാളം മാത്രം അറിഞ്ഞാൽ മതി. പക്ഷെ എങ്ങനെ ചേട്ടാ, നമ്മളെ ജോലി തേടി വേറെ എങ്ങോട്ടെങ്കിലും പോകുമ്പോ അവിടെ ഉള്ള ജോലി തേടി ഇങ്ങോട്ടേക്ക് വരും, സ്വാഭാവികല്ലേ? അതത്രേ ഉള്ളൂ. എന്റെ ഊഹ ശരിയാണെങ്കിൽ ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് ജോലിക്ക് വന്ന ആദ്യത്തെ ബംഗാളി സലിൻ ചൗധരിയാണ്, മ്യൂസിക് ഡയറക്ടർ. ചെമ്മീൻ. അതിൽ അദ്ദേഹം ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു മ്യൂസിക് ഡയറക്ട് ചെയ്ത് എന്താണെന്ന് അറിയാം? ആ പാട്ട് ചെമ്മീനിലെ ഈ പാട്ട് ബംഗാളിലുള്ളവർ കേട്ടാ ഉടനെ തന്നെ അവിടെ ഉള്ളവർ തീരുമാനിച്ചു, വാടാ നമുക്ക് കേരളത്തിലേക്ക് വരാനാ പറഞ്ഞ പോയി നന്നായിട്ട് പണിയെടുത്ത് ജീവിക്കാൻ. അങ്ങനെ സർവത്ര ബംഗാളികളും ഈ പാട്ടോടുകൂടി ഇങ്ങ് കേരളത്തിലേക്ക് വന്നു. അതുകൊണ്ട് ഞാനും കരുതി ഇനി സുരേഷ് സാറും അതുപോലെയാണ് ഇങ്ങോട്ട് വന്ന് കയറിയെന്ന്. ഹിന്ദി അറിയില്ലേ? പിന്നെ എനിക്ക് നമ്മുടെ ഹിന്ദി അറിയാമോ? नന്നായിട്ട് അറിയാം. ओह वेरी गुड, बहुत अच्छी बात है, क्योंकि हम हिंदी में बात करें और हिंदी की खास तौर से हम जानते हैं कि हिंदी में बात करने से प्यार मोहब्बत बढ़ता है, देश के लिए प्यार मोहब्बत बढ़ता है और हिंदी में बात करना स्वभाव है हमारा, इसलिए हिंदी में बात करना चाहिए. बात करते हैं. അല്ല, ഈ പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, വേറെ ചിലർ വേറെ രീതിയിലും സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനൊന്നും എതിർത്ത് സംസാരിക്കാനല്ലോ. പക്ഷെ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ अब मैं क्या बोल रहा हूँ स्वराज भाई कि कभी मैं राजू गाइड हूँ, कभी इस साइड तो कभी उस साइड. जब जानते बात करना चाहता हूँ तुमसे कि कौन यहाँ पर जा रहा है, कौन സത്യത്തിൽ ഇതാരാണ്? ചേട്ടനപ്പൊ ഇതുവരെ മനസ്സിലായില്ലേ? ഇതാണ് സുരേഷ് മേനോൻ, ബോളിവുഡിലെ ഭയങ്കര പോപ്പുലർ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അല്ലേ? സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതല്ല കടന്ന് തുള്ളന്. മറ്റേ കുട്ടനാട്ടിലെ താറാവ് കടന്നല്ല, വെള്ളം കാണാത്ത താറാവ് കടന്ന് ചാടുമാതിരി. എന്താ ഇവിടെ? ഇയാളെ എനിക്ക് നല്ല പരിചയമുണ്ട്, സുരേഷ് മേനോൻ. യെസ്, നമ്മുടെ ലാലേട്ടന്റെ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. ഭ്രമരത്തില് ലാലേട്ടന്റെ ഒപ്പമുള്ള ഒരു ക്യാരക്ടർ വില്ലൻ. എന്റെ ദൈവമേ, പല ലുക്കിലും വരും. ഇനിയിപ്പോ ഇവിടെ തന്നെ കാണും. എന്തായാലും നല്ല മനുഷ്യനാ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഹിന്ദിയിലൊക്കെ സംസാരിക്കും. അതുകൊണ്ട് ചേട്ടൻ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ ശ്രമിക്കുന്നതാ. അത് ട്രൈ ചെയ്യുന്നു. ഒരിക്കലും മരിച്ചാലും ഇയാൾ മലയാളം സംസാരിക്കില്ല. അല്ല സോറി, ഞാൻ ഹിന്ദി സംസാരിക്കില്ല. അപ്പൊ എന്തായാലും അശ്വതി എന്നാ ഭ്രാന്താണെന്ന് തോന്നുന്നു. താങ്ക് യു വെരി മച്ച്. ആശീർവാദം തന്നെ, അനുഗ്രഹിക്കണേ, എല്ലാം നന്നായിട്ട് വരണേ. बॉम्बे से कष्टपट्टु ഇവിടെ വരെ ആശീർവാദം മേടിക്കാൻ വന്നതാണോ? नहीं, एक्चुअली मुझे सिर्फ हिंदी में बात करना है क्योंकि मैं हिंदी कॉमेडियन हूँ
आप लोगों में से कितने लोग हिंदी में बात कर सकते हैं? ആ ഇതിൽ എത്ര പേർക്ക് ഹിന്ദിയിൽ സംസാരിക്കാൻ പറ്റും? ഒരാൾ കൈയടിക്കുന്നുള്ള കാര്യം ഉറപ്പായി. अरे अबो ഒരാള് हिंदी സംസാരിക്കും. एक आदमी हिंदी बात करता है. मैं जो भी हिंदी में बोलने वाला हूँ अश्वती ट्रांसलेट करने वाले हैं. आप सब लोगों का स्वागत है इस अद्भुत शो में जिसका नाम है कॉमेडी सुपर नाइट. ആ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി. മനസ്സിലായി? ആ ഓക്കെ, സ്വാഗതം ചെയ്തല്ലേ, മനസ്സിലായില്ലേ? ആ അത്രയുള്ള ഹിന്ദിയൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഓ വണ്ടർഫുൾ വണ്ടർഫുൾ. ഞാൻ ഒരിക്കൽ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അശ്വതി. തമിഴ്നാട്ടിൽ പോയപ്പോഴേ അവിടെ ഒരു ഓട്ടോ ഡ്രൈവറിനെ കണ്ടു. അപ്പോൾ ഓട്ടോ ഡ്രൈവറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് തമിഴ് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടമ്പാക്കം ലേക്കേജാണ്, ഹിന്ദിയിൽ കൊടമ്പാക്കം കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഇങ്ങനെ നോക്കി എന്നെ, കൊടമ്പാക്കം ലേക്കേജ് ആയേഗാ, കൊടമ്പാക്കം ലേക്കേജ് ആയേഗാ, വിൽ യു ടേക്ക് മീ ടു കൊടമ്പാക്കം, ഇംഗ്ലീഷിലും ചോദിച്ചു. തമിഴ് തെരിയുമാ? എനിക്ക് ദേഷ്യം വന്നു. തമിഴ് തെരിയുമാന്ന് ഹിന്ദിയിൽ എന്താണ് അർത്ഥം അറിയോ? തമിഴ് എൻ്റെ അമ്മാണ്. തമിഴ് തേരി എനിക്ക് ദേഷ്യം. ഞാൻ നേരെ പറഞ്ഞു ഹിന്ദി തേരാ പാപ്പ്, ഹിന്ദി എൻ്റെ അച്ഛൻ. എന്നിട്ട് നടന്നാണോ പോയത്? ആ നടന്നു പോയി, കൊടമ്പാക്കം വരെ നടന്നു പോയി ഞാൻ. അതിന് വരെ പിന്നെ ഞാൻ എന്താ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം അത് പറയൂ. അതെ, ഉദ്ദേശം എന്താണ് അറിയോ? ഞാൻ എപ്പോഴും നാട്ടിൽ ബോംബെയിലൊക്കെ കുറെ ഇങ്ങനെ ഹിന്ദി പടത്തിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും 45 പടങ്ങൾ അങ്ങനെ പറയില്ല, 45 പടത്തിലാ? 45 കണ്ടാ പറയില്ല കേട്ടാ. ഞാൻ ഒരിക്കൽ നാട്ടിൽ വന്നു ഒരു മാരേജിന് വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ റിസപ്ഷൻ ഹാളിൽ ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ച് ആൾക്കാർ, അയ്യോ ഇത് മേനന്റെ മകൻ വന്നിട്ട്, അയ്യോ ഇയാൾ ഹിന്ദി പടത്തിൽ അഭിനയിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു മുത്തശ്ശി വന്നു, ആരാ സുരേഷ് അല്ലേ, നാരായണൻകുട്ടിയുടെ മോനല്ലേ? മോനോ? അതെ 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 അതെ. ആ ഹിന്ദി പടത്തിലെല്ലാം അഭിനയമുണ്ട് അല്ലേ? ആ കണ്ടു കേട്ടോ, കണ്ടു. ഷാരൂഖ് ഖാൻ സൽമാൻ ഖാൻ്റെ കൂടെയൊക്കെ പടം ചെയ്തിട്ടുണ്ട്, കണ്ടു കേട്ടാ. അപ്പോൾ കുറച്ച് എൻ്റെ വോയിസ് ഓ താങ്ക് യു എന്നൊക്കെ പറഞ്ഞപ്പോൾ മുത്തശ്ശി എൻ്റെ അടുത്ത് ചോദിക്കുക, അതെല്ലാം ഓക്കെ മോനെ, ജോലി എന്താണ്? അതെ, ഞങ്ങള് മലയാളികള് അല്ലെങ്കിൽ നമ്മൾ മലയാളികള് പൊതുവെ നമുക്കൊരു ശീലമുണ്ട്, നമ്മൾ ഈ ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചർ അല്ലെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ ഇതൊക്കെ നമ്മൾ ജോലിയായിട്ട് കൂട്ടിയിട്ടുള്ളൂ. അല്ലാതെ ആക്ടിങ് ഇതൊന്നും നമ്മളൊരു ജോലിയായിട്ട് നമ്മൾ കണക്കിലെടുത്തില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത് സൈഡ് ബിസിനസ് ആയിരിക്കണം. സൈഡ് ബിസിനസ് ഇത് കണ്ടില്ലേ, നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്ന സമയം എത്രയായി? സൈഡ് ബിസിനസ് ഭയങ്കര ബിസിനസ് ആയത് അല്ലയോ? പിന്നെ പക്ഷേ ക്വാളിഫിക്കേഷൻ ഇല്ലാണ്ട് ഒരു ആക്ടറിന് ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, ആർമി പേഴ്സണൽ ആവാം, എന്തൊക്കെ ആവാൻ പറ്റും. ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. അപ്പൊ ക്വാളിഫൈഡ് ആൾക്കാരല്ലേ നമ്മള് ആക്ടേഴ്സിന് വേണ്ടി. പിന്നെ ഞാൻ കല്യാണം കഴിച്ചത് ഗുജറാത്തി പെൺകുട്ടിയാ. ചോദിച്ചില്ലല്ലോ ഗുജറാത്തി പെൺകുട്ടി എന്ത് പറയുന്നു? അല്ല എന്തിനാ അത് ചോദിച്ചില്ല ആരും. മലയാളി എത്ര നല്ല ബ്യൂട്ടിഫുൾ ഗേൾസ് ഉണ്ട്. അത് നമ്മൾ ഊഹിച്ചു. കേരളത്തിൽ നിന്ന് ആരും പെണ്ണ് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോ മലയാളി കൾച്ചറിൽ ഈ ഗേൾസിന്റെ പേരൻസ് ബോയിനെ കാണാൻ വന്നു കേട്ടോ. അപ്പോ ഇങ്ങനെ അവര് വന്നു എന്നെ നോക്കാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കായിരുന്നു. ഇങ്ങോട്ട് പെണ്ണ് കാണാൻ വന്നാ? ഇങ്ങോട്ട് ആണ് കാണാൻ വന്നു. അങ്ങനെ ഡൗട്ട് ഉണ്ടോ കുറച്ച്? ഇല്ല. അപ്പോ എന്നെ കാണാൻ വന്നപ്പോ അവര് ആന്റി എന്നെ എങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവര് അങ്കിൾ ഇങ്ങനെ നോക്കുന്നത്. എന്താ ചെയ്യണം മോനെ? ഞാൻ പറഞ്ഞു ഞാൻ ഫിലിം അഭിനയിക്കുന്നുണ്ട്, TV സീരിയൽസ് കുറേ ചെയ്യുന്നുണ്ട്. അതെയോ? എൻ്റെ ആദ്യത്തെ മകൻ MBA, രണ്ടാമത്തെ മകൻ MBA. നിങ്ങൾ ആക്ടറാണോ? അപ്പോൾ അച്ഛൻ വേഗം എൻ്റെ എംബാരസ്മെൻറ്റ് കണ്ടിട്ട് പറഞ്ഞു, അല്ല ഇവൻ്റെ ഈ സൺഡേ ഒരു ഷോ വരാൻ പോകുന്നുണ്ട്, അത് കാണണം നിങ്ങൾ. അപ്പോൾ അവർക്ക് കുറച്ചൊരു മനസ്സവരെ ഓക്കെ റിലീഫായോ, എന്തോ ചെയ്യേണ്ടത്, ആൾ ജോലി എടുക്കേണ്ടത്. അപ്പോൾ ആ സൺഡേ TV ഉമ്മറത്ത് ഫുൾ ഫാമിലി ഇരിക്കുമ്പോൾ ആ എപ്പിസോഡിൽ സാജിദ് ഖാൻ്റെ കൂടെ ഞാനൊരു ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ എപ്പിസോഡിൽ സാജിദ് ഖാൻ്റെ കൂടെ ഞാനൊരു പെൺവേഷം കെട്ടി വന്നിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റിൽ അവർ ഫോൺ ചെയ്ത് പറഞ്ഞു, മേനോൻ സാറേ നമ്മൾ ആക്ച്വലി നമ്മുടെ മകന് വേണ്ടിയല്ല അലയൻസ് കൊണ്ടുവന്നത്, മകൾക്ക് വേണ്ടിയാ, ഇത് വേണ്ട കേട്ടോ. അപ്പോൾ എനിക്ക് ഗുജറാത്തി കല്യാണം കഴിക്കേണ്ടി വന്നു. കഴിക്കേണ്ടി വന്നു പറഞ്ഞാൽ അവർ ഓക്കെ എന്ന് പറഞ്ഞു. അതാ ഭാര്യമാരല്ലേ, നമ്മൾ ഭാര്യമാരെ റെസ്പെക്ട് ചെയ്യേണ്ടത്, വിമനെ റെസ്പെക്ട് ചെയ്യേണ്ടത്. നിങ്ങളെ ഞാൻ കുറേ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, കുറേ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണ്ടെങ്കിൽ ഇതൊരു ചാൻസ് എൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി. ഷാരൂഖ് ഖാൻ എപ്പോഴാണ് കണ്ടത് ആദ്യമായിട്ട്?
ഷാറുഖ് ഖാനെ കാണാം, കേൾപ്പിക്കാം. ഷാറുഖ് ഖാന്റെ കൂടെ ഞാൻ 4 പടം ചെയ്തിട്ടുണ്ട്. अश्वती, हाँ बड़े बड़े घरों में से छोटी छोटी बातें होती रहती है. സെനോറിറ്റ. ഷാറുഖ് ഖാൻ മലയാളം സംസാരിക്കാൻ ചില മക്കളെ, സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചിങ്ങനെ തപ്പ് കൊട്ടിയാൽ മതിയാ. പ്ലീസ് പ്ലീസ് ചെയ്യണോ? Anybody else? Bollywood? Amitabh Bachchan. Yeah. रिश्ते में हम तुम्हारे बाप होते हैं. नाम है शहनशाह. ഇനി ആരെ ഇമിറ്റേറ്റ് ചെയ്യണ്ട? സച്ചിൻ ടെണ്ടുൽക്കർ. വാ, സച്ചിൻ ടെണ്ടുൽക്കർ. ഒരു വരുമ്പോ ഇങ്ങനെ ആദ്യം Oh yes, definitely it's a very good wicket and we are very happy to be playing like that and hopefully India will win the match, but unfortunately Dhoni is the captain and because of Dhoni I am not playing and there are a lot of politics in cricket. That's why I don't like cricket now anymore, but definitely it's a good game. Thank you. Thank you. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ വേദിയിലേക്ക് മനോഹരമായ നൃത്തച്ചുവടുകളുമായി എത്തുന്നു മലയാളത്തിന്റെ സ്വന്തം ഷംന കാസിം. ਪਾਇਆ ਅੱਖਾਂ ਚ ਕਾਜਲ ਮੈਨੂੰ ਵੇਖ ਕੇ ਹੋ ਗਈ ਉਹ ਪਾਗਲ ਫੋਟੋ ਖਿੱਚ ਆਟੋਗ੍ਰਾਫ ਸਿੱਟ ਇੰਸਟਾਗ੍ਰਾਮ ਤੇ ਲਾਈਕ
ഷംന കാസിം ആൻഡ് ടീം സൂപ്പർ ഡാൻസ് ആയിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായി. ചേട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചാ ലാസ്റ്റ് റോളിൽ നിന്ന് പയ്യനൊരു സ്റ്റെപ്പ് തെറ്റിച്ചു. എന്റെ പൊന്നു, ലാസ്റ്റ് മൊത്തം ആൾക്കാരിലെ ഏറ്റവും പുറകിൽ നിന്നാണ്. അതന്നെ ചേട്ടൻ ശ്രദ്ധിച്ചല്ലേ. അതുമല്ല, ഇത്രയും പെമ്പിള്ളാരുടെ സിനിമാറ്റിക് ഡാൻസ് കാണുമ്പോൾ ആരെങ്കിലും പയ്യന്മാരെ നോക്കിയിരിക്കൂ? ലോകത്ത് ആരും അങ്ങനെ നോക്കാറില്ല. പിന്നെ അശ്വതി ശ്രദ്ധിച്ചത് പയ്യന്മാരെയാണ്. അതുകൊണ്ട് പെമ്പിള്ളാർ എനിക്ക് തോന്നുന്നു കൂടുതലും പിന്നെ ആൺകുട്ടികളെയാണ് ശ്രദ്ധിക്കുന്നത് അല്ലേ? ഓക്കെ, അങ്ങനെയാണ് ശരിക്കും ഉറപ്പായിട്ടും. തമാശ പറയുന്നല്ല, സീരിയസ് ആയിരിക്കും. പയ്യനെന്തോ കൈന്നിട്ട് കളിച്ചപ്പോ കൈവിട്ടു പോയി, അത്രേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞോ, ആള് പറഞ്ഞോ എന്ത് ഇപ്പൊ അങ്ങനെ കൈ നിട്ട് കളിച്ചാണെന്ന് പറഞ്ഞു. അല്ല, എനിക്ക് ഒരു മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കൊണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയൊരു ഷോ നടക്കുമ്പോൾ എത്ര വലിയ ആർട്ടിസ്റ്റ് ആയാലും ചെറുതായാലും ഒരു തെറ്റ് വരാൻ പാടില്ല. തെറ്റ് വന്നെങ്കിൽ അത് ഏറ്റു പറയാം, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന്. അതെന്തായാലും നമുക്കത് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി. ആ കുട്ടിയെ വിളിക്കും, ആ പയ്യനെ വിളിക്കും. ഇവിടെ എവിടെ ഉണ്ടായിരുന്നു, നമുക്ക് വിളിക്കാം. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? ആഷിം. ആഷിം. എവിടെ സ്ഥലം? തിരുവനന്തപുരം. തിരുവനന്തപുരം. നല്ല സുഖങ്ങളൊക്കെ തന്നെ. സുഖം. നന്നായിട്ട് തിരുവനന്തപുരം സ്ലാങ് പറയൂ. ഇല്ല ഇല്ല ഇല്ല. ഒന്ന് പറഞ്ഞു. അയ്യോ ഇല്ല, ഞാൻ ഇതുപോലെ തന്നെ. ഇങ്ങനെയൊന്നും അല്ല, നന്നായിട്ട് പറയൂ. ഇല്ല ഇല്ല, എനിക്ക് അറിയത്തില്ല. രാജമാണിക്യം കണ്ടോ? ആ, രാജമാണിക്യം സിനിമ കണ്ടിട്ടുണ്ട് ഞാൻ. തിരുവനന്തപുരത്ത് സിറ്റിയിലാണോ അതോ ഉള്ളിലാണോ വീട്? സിറ്റിയിലാണ്. സിറ്റിയിൽ. ഓ, സിറ്റിക്കാരെല്ലാം എന്തുവാ എന്നതാന്നാണ് പറയുന്നത്? അതെ, എന്താ നിങ്ങൾ ഇങ്ങോട്ട് വരണ, അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെ പറയാറില്ല. ആരും പറയാറില്ല. തിരുവനന്തപുരത്തുള്ള ആൾക്കാർ തന്നെ പറയുന്നു അങ്ങനെയൊന്നും നമ്മൾ പറയാറില്ല എന്ന്. ഓക്കെ, അപ്പൊ നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഡാൻസിൽ എന്തോ തെറ്റ് പറ്റി. സ്റ്റെപ്പ് തെറ്റിയായിരുന്നു അല്ലേ? ഇല്ല, ഞാൻ തെറ്റിച്ചിട്ടില്ല. ഇത്രയും ആൾക്കാരെ മുമ്പ് വീണ്ടും വിളിച്ചതിന്. അയ്യോ ഇല്ല ഇല്ല, ഞാൻ തെറ്റിച്ചിട്ടില്ല. ഇല്ല ഇല്ല, ഞാൻ തെറ്റിച്ചിട്ടില്ല. നിങ്ങളുടെ കൊറിയോഗ്രാഫർ ആരാ? സജന മേഡം. സജന മേഡം ആണെങ്കിൽ തെറ്റിക്കാൻ അങ്ങനെ തെറ്റിക്കില്ലല്ലോ. ക്ലിയർ റിഹേഴ്സലും കൊടുത്തിട്ടല്ലേ തട്ടിൽ കയറ്റു. അല്ല, അതിനു മുമ്പ് വേറെ മാസ്റ്റർ വന്നിട്ട് എനിക്ക് ഒരു സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്ത് തന്നു. അതാണ് കുഴപ്പം. സജന മാസ്റ്റർ അറിയാതെ വേറൊരു മാസ്റ്റർ വന്ന് ഇത് തിരുത്തി തന്നു. ആരാ അത്? ഉല്ലൂസ്. മാസ്റ്റർ ഉല്ലൂസ്. മാസ്റ്റർ ഉല്ലൂസ്. എനിക്ക് നല്ല പരിചയമുണ്ട് ആ പേര്. കാരണം ചോദിക്കണം, അങ്ങനെ തെറ്റ് പറ്റാൻ പാടില്ല. ഉല്ലൂസ് മാസ്റ്റർ ആരാണ്? ആ ഉല്ലൂസ് മാസ്റ്റർ വരാൻ പറയും. അതെ, എന്താ പേരാന്ന് പറഞ്ഞ? ഉല്ലൂസ് പന്തളം. ഉല്ലൂസ് പന്തളം ഡാൻസ് മാസ്റ്റർ ആണോ? ഈ കാണിച്ചത് എന്താ? ഇത് അത് ഞാൻ പറയാം. ഇങ്ങനെ കാണിച്ചത് എന്താന്ന്? അതൊരു വെറൈറ്റി നൃത്തമാണ്. അതായത് ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടില്ല. ഇല്ല. ഡിസ്കോ ഡാൻസ് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഉല്ലൂസ് മാസ്റ്റർ തന്നെ ചിട്ടപ്പെടുത്തിയ നാടൻ സ്റ്റൈലാണിത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്നാ ഒന്നുകൂടെ പിടിച്ചോ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിവിടെ അവതരിപ്പിക്കരുത്. ഇനി ഡാൻസ് ഇവിടെ അവതരിപ്പിക്കരുത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഡാൻസർ ഉല്ലു ഇന്നൊരു വ്യക്തിയല്ല, പിന്നെ ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ ഇതല്ല ഇനിയുണ്ടോ? ഇനിയുണ്ട്. ദാ കാണ്. ഏറി വരണ്ടാ ഇങ്ങോട്ട്. അമൗണ്ടാ ഇങ്ങോട്ട്. അത് മറ്റേട് മതി ചവിട്ടി കൊടുത്തത്. നിങ്ങളെയൊക്കെ പ്രസവിച്ചതാണോ, അമ്മ പ്രസവിച്ചതാണോ, അതോ അല്ല മുട്ടയെങ്ങാനും വെച്ച് അടവച്ച് വിരിച്ചതാണോ? സാർ, ഇതെല്ലാം എൻ്റെ ട്രൂപ്പിലുള്ള അംഗങ്ങളാണ്. ആണോ? ഒന്ന് പരിചയപ്പെടുത്തേ. ഇത് അജിത്ത്, ഇത് അനീസ് പാൽ, ഇത് ഫിറോസ്.
ഫിറോസിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാതിരിക്കുന്ന ഭംഗി. ഇവന്റെ പെർഫോമൻസ് കണ്ടിട്ട് പ്രസിഡന്റ് ഇവന് പതക്കം കൊടുത്തിട്ടുണ്ട്. പ്രസിഡന്റ് പടക്കം കൊടുത്തു? പടക്കമല്ല, പിന്നെ പതക്കം. ഓഹോ, പതക്കം. ഇന്ത്യൻ പ്രസിഡന്റോ? അയ്യോ, ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നുമല്ല. ഞങ്ങളുടെ ക്ലബ്ബ് പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റ് ചീരംകുളം ചീരന്റെ കയ്യിൽ നിന്ന് സോപ്പോട്ടി പിന്നെന്താ കൊണ്ടുവന്നിട്ടുണ്ട്. എടുക്കണം? അയ്യോ വേണ്ട. ഓക്കെ, വളരെ സന്തോഷം. പിന്നെ ഇവൻ അനീഷ് ഉഗ്രൻ ഡാൻസ് ആണ്. ഇവന്റെ കൊച്ചുനാളിലെ സ്കൂളിൽ വെച്ചുള്ള ഡാൻസ് കണ്ടിട്ട് ഹെഡ് മാസ്റ്റർ അപ്പൊ തന്നെ TC എഴുതി കൊടുത്തു വിട്ടു. 3 MLA വിളിച്ചു പറഞ്ഞിട്ട് തന്നില്ല. എങ്ങനെ കൊടുക്കും? അതുപോലത്തെ ഡാൻസ് അല്ലായിരുന്നു. ഡാൻസ് കളിച്ച് അപ്പൊ തന്നെ എഴുതി തന്നു. ഇത് അജിത്ത്, എന്റെ അരിമ ശിഷ്യനാ. ഇവന്റെ പെർഫോമൻസ് കണ്ടിട്ട് സ്ഥലം SI ഇവന്റെ കവിളി തട്ടിട്ട് പറയുവാ, ബ്ലേഡി റാസ്കൽ ബാസ്റ്റേഡ്, മേലാൽ ഇത് ആവർത്തിക്കരുത്. അത്ര ഗംഭീരായിരുന്നു. അത്ര ഗംഭീരായിരുന്നു. അല്ല, തല SI ഇങ്ങനെ കവിളി തട്ടിട്ട് ഈ വാചകം പറയത്തില്ലല്ലോ. ഇങ്ങനെയല്ല തട്ടിയ, ഇങ്ങനെ തട്ടിയ എന്റെ ഫ്രണ്ടിലത്തെ 2 പല്ലും അടുത്ത പറമ്പിൽ അടുത്തണം. ഇങ്ങനെയാണ് പെരുമാറാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മാന്യന്മാരെ നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇതാ നിന്നെ ഒന്നും ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകാത്തത്. ഗെറ്റ് ഔട്ട്. പോയി ആ പൊരിവെയിലത്ത് പോയിരുന്ന് പ്രാക്ടീസ് ചെയ്യും. പോ. സാർ, എനിക്കും എൻ്റെ പിള്ളേർക്കും ഇവിടെ നല്ലൊരു പെർഫോം ചെയ്യാനുള്ളൊരു അവസരം തരാം. അത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗസ്റ്റും പോയി ഈ സെറ്റും പൊളിച്ചതിന് ശേഷം. ഓക്കെ. അപ്പൊ ഞങ്ങള് ആ വെയിലത്ത് പോയി പ്രാക്ടീസ് ചെയ്തോട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വന്ന ഡാൻസേഴ്സ് എല്ലാം ഈ ചെരുപ്പ് ഊരിയിട്ട് ഇപ്പോഴത്തെ ആ പൊരി വെയിലത്ത് നിന്ന് ഇങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം? സാറിന് അറിയത്തില്ലയോ, ഈ പൊരി വെയിലത്ത് ചെരുപ്പ് ഊരിയിട്ട് നിന്ന് ഡാൻസ് ചെയ്താലേ പുതിയ പുതിയ ഓരോരോ സ്റ്റെപ്പുകൾ കിട്ടും. സംശയം ഉണ്ടെങ്കിൽ സാർ ഈ ചെരുപ്പ് ഊരിയിട്ട് വെയിലത്ത് പോയി നിന്ന് ഡാൻസ് ചെയ്ത് നോക്കണം. പിന്നെ ഞാനങ്ങോട്ട് തീർച്ചയായിട്ടും ചാൻസ്. ഓക്കെ, ഉല്ലാസ് പന്തളവും ആൻഡ് ടീം അല്ലേ? ഒരാൾ അങ്ങനെ വരാതിരിക്കരുത്. വാ, റെഡി. എന്നോട് എന്തൊക്കെയോ വിശേഷങ്ങൾ ചോദിക്കാനായിട്ട് ഒരു കുഞ്ഞു കുട്ടി കയറിയിരിക്കുകയാണ്. എന്താ പേര്? ചിഞ്ചു. എവിടെയാ സ്ഥലം? എൻ്റെ വീട് ഇടുക്കിയിലാണ്. ഇടുക്കി കട്ടപ്പന. ഇടുക്കി കട്ടപ്പന. കട്ടപ്പനയ്ക്ക് നല്ലൊരു കൈയടി കൊടുത്താൽ കൂടെ. ഇതെന്ത് പറ്റി വിരലിന്? ഇതൊന്ന് ഈസ്റ്റർ ആഘോഷിച്ചതാ. ഈസ്റ്റർ ആഘോഷിക്കാൻ എന്താ വിരൽ കടിച്ചാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്? അല്ല, വീട്ടില് പ്രത്യേകിച്ച് ഈസ്റ്റർ ആയിട്ട് നമ്മുടെ പന്നി, ബീഫ് അതൊന്നും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ഈസ്റ്റർ ആഘോഷിക്കാൻ വിരൽ മാത്രം എടുത്തിട്ട് കടിച്ച് ഈസ്റ്റർ ആഘോഷിച്ചു. ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടി കപ്പയിലും ഉണ്ടാക്കിയത്. കപ്പ ബിരിയാണി ഉണ്ടാക്കിയതാണ്. കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കൈ അതിനകത്ത്. ശരി, മലയാളം നന്നായിട്ട് അറിയാലോ? തെറ്റാതെയൊക്കെ പറയും. ഏതുവരെ പഠിച്ച്? ഞാൻ ഡിപ്ലോമ MSc ആയിരുന്നു. അയ്യോ വേണ്ടായിരുന്നു, വിളിക്കണ്ടായിരുന്നു. എനിക്ക് പറ്റിയ തണ്ടിയല്ലാന്ന്. അപ്പോൾ എന്തായാലും മലയാളം നന്നായിട്ട് അറിയായിരിക്കും. തെറ്റാതെ സ്പീഡിൽ പറയണം. ശ്രീധർമ്മശാസ്താ ക്ഷേത്രം പറഞ്ഞോ. മൈക്ക് പറയേ. ആരും ചിരിക്കണ്ട, സാധനമുണ്ട്, ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. റെഡി? ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. തെറ്റിയാലും കുഴപ്പമില്ല, സ്പീഡിൽ പറഞ്ഞോ. 5 തവണ. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ശാസ്ത്രക്ഷേത്രം? നീ എന്തുവാടി കള്ളൂടിയന്മാരെ ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്രം? അങ്ങനെയൊന്നുമല്ല, ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. വരണ്ടായിരുന്നു. അങ്ങോട്ട് പറയേ. ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഓ, അതിലൊക്കെ ശാസ്ത്രക്ഷേത്രം പറയണം. ശരി, വേണ്ട, എളുപ്പമുള്ളത് തരാം. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. ഈസിയാണ്. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പഠിച്ചാലും പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ അരുത്. അത്രയും പറയണ്ട. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇതാ ഈസി. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ. കൈ അടിച്ചു കൊടുക്ക്. നീ മൈക്കടുത്ത് മേടിച്ച ഒന്നുകൂടി ഒന്ന് പറയോ? പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ. ഇല്ലെങ്കിൽ ഇതാ ദിലീപേട്ടനൊക്കെ പറയാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. റെഡി? പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞോ. മൈക്കെടുത്ത് വെച്ചോ. നീ ഇനിയിപ്പോ മുടി ഇപ്പുറത്ത് കിടക്കുന്ന ഒരു പകുതി എടുത്ത് ഇപ്പുറത്ത് കറക്റ്റാവോ? ഇത് പറയാൻ ശ്രമിക്കേ. മുടിയൊക്കെ അവിടെ കിടന്നോട്ടെ. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ. എളുപ്പമുള്ളത് തരാം.
ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. അതും പറ്റില്ല. ഇതാര് തയ്ച്ച സഞ്ചി? അല്ല, മറ്റത് തന്നെ പറയും. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്, അത് പറയും. റെഡി? നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. ഓക്കെ, താങ്ക് യു. ഇനിയെങ്കിലും ഇത് കറക്റ്റ് കാണാതെ പഠിച്ചുകൊണ്ട് വരണം കേട്ടോ. പിന്നെ സമയസമയത്തിന് ആഹാരം കഴിച്ചാൽ മതി. അത് കിട്ടാത്തപ്പോൾ വിരൽ, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഒന്നും കടിച്ച് തിന്നരുത് കേട്ടോ. ദൈവാനുഗ്രഹം കൊണ്ട് സെറ്റ് അടിപൊളി. സത്യം. ഇനി സ്കിറ്റ് ഇതുപോലെ അടിപൊളി ആക്കണം. ഇവിടെ നമ്മുടെ ആനുകാലികമായിട്ടുള്ള സംഭവങ്ങൾ പിടിച്ചാൽ മതി. സ്കിറ്റും കൗണ്ടറൊക്കെ ഇങ്ങ് പോകുന്നുള്ളത്. ഇത് അരി വിട്ടിരുന്നേ. ആനുകാലികം ഒന്ന് പറഞ്ഞപ്പോ അങ്ങ് തീർന്നു. ഈ ആനുകാലം വെച്ച് എന്ത് കോമഡി ഉണ്ടാക്കാനാ? അതുണ്ടാക്കാൻ അറിയില്ലേ? വളരെ എളുപ്പം ഉണ്ടാക്കാം. ഉദാഹരണം, നീ ചിരിച്ചു മറിയുന്ന ഒരു കൗണ്ടർ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. എടാ, ആദ്യമായിട്ട് തിരുവനന്തപുരം സിറ്റിയിൽ ഒരാളെ പോവുക. തിരുവനന്തപുരം സിറ്റിയെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരാൾ ആദ്യമായിട്ട് തിരുവനന്തപുരം സിറ്റിയിൽ പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഇട്ടിട്ട് ഒരു കക്ഷിയോട് ഈ ചെന്ന കക്ഷി ചോദിക്കുക, ചേട്ടാ ഈ മീൻ മാർക്കറ്റിന്റെ പേരെന്താണ്? അപ്പൊ ഈ ചോദ്യം കേട്ട കക്ഷി മറുപടി പറഞ്ഞ എന്താണെന്നറിയോ? അയ്യോ, ഇത് മീൻ മാർക്കറ്റ് അല്ല, ഇതാണ് നിയമസഭയെന്ന്. സൂപ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാർഷിക മേലെ വെച്ചൊരു ഗീച്ചം ഗീച്ചാലും അതല്ലോ. ഞാൻ പറഞ്ഞുതരാം. രണ്ട് കൂട്ടുകാരെ സംസാരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനോട് ചോദിക്കുകയാണ്, ചേട്ടാ ഈ തമിഴ്നാട്ടിൽ മാത്രം എന്താ ഈ പച്ചക്കറിയൊക്കെ വളരുന്നത്? നമ്മുടെ കേരളത്തിൽ വളരാൻ പറ്റില്ലേ? അപ്പൊ ഈ കേട്ട കൂട്ടുകാരൻ മറുപടി പറഞ്ഞ എന്താണെന്നറിയോ? ഈ തമിഴ്നാട്ടുകാര് കുത്തിയിരുന്നവരോ ചെടി നടുമ്പോ നമ്മൾ കേരളീയര് കുത്തിയിരുന്നവരോ കൊടി നടുന്നെന്ന്. അത് കലക്കും. അപ്പൊ ഇങ്ങനെയുള്ള അടിപൊളി കൗണ്ടറും അടിപൊളി സ്കിറ്റുകളും നമ്മൾ ഇന്ന് ഈ ഫ്ലോറിൽ ഒഴുക്കും. അത് കിടലമായിട്ട് നമ്മൾ അങ്ങോട്ട് ഒഴുക്കാൻ പോവാ. അതെ, നിർത്ത്. ഇതെന്നാ ജയം കളിക്കുന്നു? ജയം കളിച്ചതല്ല, നിങ്ങൾ എന്ത് കളി കളിക്കാൻ പോണത്? എന്റെ ചേട്ടാ, പുതിയ ഫ്ലോർ അല്ലേ ഇത്, പുതിയൊരു ഷോ. അപ്പൊ അടിപൊളി സ്കിറ്റുകളും കൗണ്ടറും ഒക്കെ ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ ഈ ഫ്ലോറിൽ അങ്ങോട്ട് ഒഴുക്കും. അങ്ങനെ ഒഴുക്കാനുള്ള വ്യാമോഹം നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ അവിടെ നിന്ന് കേൾക്കായിരുന്നു. നിങ്ങൾ എന്ത് കോമഡിയായി പറഞ്ഞത് കേട്ടില്ലേ? എന്റെ മിസ്റ്റർ, ഈ തരംതാണോ കോമഡി ഇവിടെ അവതരിപ്പിച്ചിട്ട് കാര്യമില്ല. ഈ ഫ്ലോർ എന്ന് പറയുന്ന മഹത്തായ ഫ്ലോറാണ്. നല്ല മിടുക്കന്മാരും നല്ല മിടുക്കികൾ. നമസ്കാരം. നമസ്തേ. നമസ്കാരം. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചിരി ക്ലബിന്റെ ലോക്കൽ സെക്രട്ടറിയാണ്. ചിരി ക്ലബ്ബ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്ലബ്ബുകൾ ധാരാളമുണ്ട്. അതിൽ നമ്മുടെ ലോക്കൽ സെക്രട്ടറിയാണ് ഞാൻ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ എന്താ ഈ ചിരി ക്ലബ്ബിലുള്ള ആൾക്കാരും ഈ സമൂഹത്തിൽ ചില ആൾക്കാരൊക്കെ മസിൽ പിടിച്ചിരിക്കുന്നുണ്ട്, അതും നിങ്ങളുടെ ടീമാണോ? തീർച്ചയായിട്ടും. എന്താണ് അവിടെ ചിരിക്കാതെ, നല്ല കോമഡി ഷോ ഇല്ലെങ്കിൽ നല്ലൊരു കോമഡി കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കാതെ അവിടെ എന്തിനാ ബലം പിടിച്ചിങ്ങനെ ഇരിക്കുന്നത്? അതായത് നമ്മൾ സാധാരണ തമാശ കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ട്, പക്ഷേ സമൂഹത്തിന് മുന്നിൽ നമ്മൾ ചിരിക്കാറില്ല. പ്രകടിപ്പിക്കാറില്ല. തോന്നും ഉള്ളിൽ നമ്മൾ ധാരാളം ചിരിക്കുന്നുണ്ട്, പക്ഷെ ഫേസിൽ നമ്മൾ കാണിക്കില്ല. ഉദാഹരണം, നമ്മളിപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ തന്നെ നമ്മൾ ചിരിക്കുകയാണ്, പക്ഷെ ചിരി നിങ്ങൾക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ ചിരി കേട്ടില്ല. നമ്മൾ ചിരിക്കുകയാണ്. ഇതെല്ലാം ചിരി നമ്മൾ ഉള്ളിൽ ഒതുക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു മൈതാനത്ത് വന്നിട്ട് ഞങ്ങൾ ചിരി ക്ലബിലെ ആൾക്കാരെല്ലാം മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുള്ളൂ. അല്ലാതെ ഇനി വേറെ സത്യം പറയട്ടെ. സത്യം പറഞ്ഞ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ, പക്ഷെ ഫേസിൽ കാണിക്കില്ല നമ്മൾ. ഹലോ, അത് എൻ്റെ മുഖത്ത് നോക്കി അങ്ങ് ചിരിച്ചേക്ക്. ഇപ്പം നമ്മളൊരു കാര്യമുണ്ട്, അതായത് ഇപ്പോൾ സമൂഹത്തിൽ ഒരുപാട് നിരന്തരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനാകെ തലപ്രാന്ത് എടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ടൈം നന്നായിട്ട് ചിരിക്കുക, കൈയടിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഒരു അമേരിക്കയിലെ ഒരു ശാസ്ത്രജ്ഞൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലിയൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്, അതായത് കൈയടിക്കുന്നതും ചിരിക്കുന്നതും കാരണം ഗ്ലാമർ വർദ്ധിക്കുമെന്ന്. പക്ഷേ ഇയാൾ ചിരിക്കത്തേ ഇല്ലാന്ന് തോന്നുന്നു, നല്ല ഗ്ലാമർ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ടീമാണെങ്കിൽ ഈ പ്രോഗ്രാം മുന്നോട്ട് പോയി എനിക്ക് താല്പര്യം, ഞങ്ങൾ സമ്മതിക്കില്ല. നല്ല മിടുക്കന്മാർ മാത്രം ഈ വേദിയിൽ വന്നാ മതി. അല്ല, മിടുക്കന്മാരാണ് ഇവര്, പക്ഷെ തെളിയിച്ചിട്ടില്ലല്ലോ. ആളും പേരും ഒക്കെ ആയിട്ട് വന്നേക്കുവാ. ഇപ്പൊ പകപോക്കാണല്ലടാ. അതേ, പകപോക്കാണ്. കയ്യൂക്കിന്റെ ബലത്തിലാണ് കളിയെങ്കിൽ ഞങ്ങൾക്ക് ഒരാളൊന്ന് ആലോചിക്കണം. അതാരാ? അസ്ഥാനത്ത് കോമഡി പറയുന്ന അവതാരത്തിന്റെ പേര് നരസിംഹം. നല്ല സാധാരണക്കാരായ പ്രേക്ഷകർ പ്രോത്സാഹിപ്പിച്ച് വളർത്തി വലുതാക്കിയ ജനപ്രിയ താരം കൗണ്ടർ രാജ അടി ബിനുമാലി. ബിനു അടിമാലി ആണ്. ഒറ്റ വെട്ടിയാൻ പറ്റാൻ പറഞ്ഞല്ലോ. എടാ, ഒരു മിനിറ്റിൽ ഡയലോഗ് പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ പറയണ്ടായിരുന്നു.
ഞാനിപ്പോ ശ്വാസം മുട്ടി ചത്താനെ വെള്ളത്തിൽ കിടന്നു എന്ന് പറഞ്ഞാൽ അത് ഇവര് സമ്മതിക്കണ്ടേ? ആരാ സമ്മതിക്കാത്ത? ഞാനാണ് സമ്മതിക്കാത്തത്. അതെ, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ എൻട്രി പഞ്ചിന് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം വെള്ളത്തിൽ കിടന്നത്? പിന്നല്ലാതെ. ആ ബാക്കിലത്തെ പുഴയിലാണോ? പുഴയിലല്ല, പാറമടയിൽ ഒരു കുഴിയുണ്ട്, ആ വെള്ളത്തിനകത്താണ് കിടന്നത്. ശ്വാസം മുട്ടാതിരിക്കാൻ വേണ്ടി മൂക്കും മേളിൽ വെച്ചപ്പോ ഒരു കൊക്ക് വന്നിരുന്നു. ഇടപാട് തീർന്നു പോയി. അതെ, നിങ്ങളാണ് ഈ കൗണ്ടർ രാജന് കൗണ്ടർ മണി. അതെ അതെ, ഞാൻ നിങ്ങളുടെ തമാശക്കാണ് ഞാൻ ഇരിക്കുന്നത്. നല്ല തമാശ മാത്രം അവതരിപ്പിച്ചത് ഞാനാ പറഞ്ഞത്. ആണോ? അപ്പൊ ഇയാളാരാ? ഞാനാ, ഞാൻ ചിരി ക്ലബിന്റെ ലോക്കൽ സെക്രട്ടറി ആണല്ലോ. ലോക്കൽ സെക്രട്ടറി ലോക്കൽ വർത്താനം പറയുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തെന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തെളിയിച്ചിട്ടാണ് ഞങ്ങൾ ഈ പൊസിഷനിൽ വരാൻ പറ്റി. സപ്പോർട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? സപ്പോർട്ട് ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? സപ്പോർട്ടൊക്കെ ഞാൻ വാങ്ങി കൊടുക്കും, എനിക്ക് ചെലവ് ചെയ്യാമെങ്കിൽ. ചെലവ് ചെയ്യാം. ഞാൻ ആ ഉഗ്രൻ ചിക്കൻ ബിരിയാണി ഞാൻ മേടിച്ചു തരും. ചിക്കൻ ബിരിയാണി, സോറി, ചിക്കൻ ബിരിയാണി ഞാൻ കഴിക്കാറില്ല. എന്താ? കാരണം ഞാൻ നോൺ വെജ് അല്ല, വെജാണ്. ഇറച്ചി മീനും തിന്നില്ല. ഒരു സത്യാവസ്ഥ ഞാൻ തുറന്നു പറയാം, വേറൊന്നുമല്ല. ഞങ്ങള് എന്റെ അച്ഛനും അമ്മയും 2 കാസ്റ്റാണ്. അച്ഛൻ പിഷാരടിയാണ്. ആണല്ലേ? അപ്പൊ അമ്മ ധർമ്മജനായിരിക്കും. ഞാനൊന്ന് പോടേ ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ കളിച്ചോ. തെളിയിക്കണം, ഞാൻ തെളിയിക്കും. അതെ, നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇത്രയും വലിയൊരു വേദിയിൽ ഞങ്ങൾക്ക് നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നത്. ആ സപ്പോർട്ട് കയ്യടിയുടെ രൂപത്തിൽ ഇവരുടെ ചെവിയുടെ തൊളയിലേക്കൊന്ന് അടിക്കും. കണ്ടോ നീ കണ്ടോ? നീ അട്ടെ, നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? ചിരി ക്ലബിന്റെ ലോക്കൽ സെക്രട്ടറി വിനോദ് കെടാമംഗലം. കെടാമംഗലായാലും കെടാത്ത മംഗലാണ്. ഇനി നീ ഇവിടെ നിന്ന് എന്റെ ബാക്കിയുള്ള കാലത്തിനും കൂടെ ഞാൻ ഓട്ടയിടും. അപ്പൊ നിങ്ങളൊന്നും കാര്യമാക്കരുത്. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും, ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാവണം കേട്ടോ. നല്ലൊരു കയ്യടി തന്നെ. വഴി മാറണം മുണ്ടക്കൽ ശേഖര. ആ പുള്ളിയുടെ ഒരു മുണ്ടക്കൽ ശേഖരൻ അല്ലെന്ന്. അല്ലാന്ന് എനിക്കറിയാം, ഞാൻ കട്ടിക്കുള്ളൊരു പേര് ഇട്ടപ്പോ ഇട്ടുകൊടുത്തുള്ളൂ. ആ നമുക്ക് പോകണം. താറാവ് വെള്ളത്തിൽ കൂടെ പോണ ഒരു പിരിപിരിവരാന്ന് പോകല്ലേ. ഇതൊരു എൻഡ് പഞ്ചല്ലേ, നല്ല അടിപൊളി പഞ്ചായിട്ട് നല്ല സ്ലോ മോഷനിൽ പോടാ. അതെ, ഉഗ്രൻ ടീമാ. സുരേട്ടാ, കാര്യശരി, ഞാൻ ചിരി ക്ലബിന്റെ ആളാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ഒരു തമാശ പറയുന്ന ഒരാളൊരു മ്യൂക്രി കലാകാരനാണ്. എനിക്കറിയാം, നിങ്ങളെ ഷോയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കും നിങ്ങൾക്ക് ഒരു ചാൻസ് വേണം ഒരു ട്രൂപ്പിനോട്. അതെ അതെ അതെ, ദ ബെസ്റ്റ് ആണ് ഈ ബിനു അടിമാലി. അല്ല, ബിനു അടിമാലി. ബിനു അടിമാലി. അതെ, പക്ഷേ പുള്ളിയെടുത്ത് ഞാൻ ശക്തമായിട്ട് എതിർത്തോണ്ട് എനിക്ക് ചാൻസ് കിട്ടുമെന്നുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. ചെന്ന് പറഞ്ഞാ, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറി കത്ത് വല്ല കൊടുത്താലോ? അതിന്റെ നമ്മുടെ ചിരി ക്ലബിന്റെ. അപ്പൊ ഞാൻ ഏതെങ്കിലും ടീമിൽ അങ്ങോട്ട് കയറുക എന്നല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റോ? നമ്മൾ നാളെ കാണട്ടെ, നമ്മൾ നാളെ കാണണ്ടേ. മിമിക്രിയിലൂടെ സിനിമയിൽ കയറി, മിമിക്രിയിലൂടെ സിനിമയിൽ കയറി അവാർഡ് കിട്ടിയ നടനല്ലേ, അവാർഡ് കിട്ടിയ നടനല്ലേ. എന്നിട്ടിങ്ങനെ ചെയ്യാൻ പറ്റോ? എന്നിട്ടിങ്ങനെ ചെയ്യാൻ പറ്റോ? ഉള്ളിൽ സങ്കടമുണ്ട് ട്ടോ, ഉള്ളിൽ സങ്കടമുണ്ട് ട്ടോ. ഞങ്ങളെ എങ്ങാൻ രക്ഷപ്പെട്ടാൽ, ഞങ്ങളെ എങ്ങാൻ രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് ഭീഷണിയാവൂല, നിങ്ങൾക്ക് ഭീഷണിയാവൂല. എന്തൊരു തള്ളേ അപ്പി എന്ന്, എന്തൊരു തള്ളേ അപ്പി എന്ന് ഒന്നാ ഞങ്ങൾ പറയൂല, ഒന്നാ ഞങ്ങൾ പറയൂല. അതെ 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 അതെ, നിങ്ങൾ ഇനി ഇവിടെ കിടന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പോലീസിനെ വിളിക്കും. ഇവിടെ ഫുൾ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉള്ളതാണ്. വിളിക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. സാർ പ്ലീസ്. ഇവരൊക്കെ എനിക്ക് മനസ്സിലായില്ല, ഭയങ്കര പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എല്ലാവരും സമാധാനമായി പിരിഞ്ഞു പോകണം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ സമാധാനമുള്ളത് പോകും, അതുകൊണ്ടാ. പ്ലീസ്, നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. അല്ല, നിയമം കയ്യിലെടുക്കാതെ പോണ്ടേ പഴംപൊരിയിട്ട്? എവിടുത്തെ പോലീസാണ്? നിങ്ങൾ നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. ആകാശത്തേക്ക് വെടിവെക്കണേ? ഇവിടെ അവിടെ പാലുണ്ടാവില്ലോ, ഇവർക്കാണോ ഒന്നും അറിയില്ല. ഇങ്ങനെ വെച്ചോട്ടെ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകണം. ഇവിടെ പോലീസ് വളഞ്ഞിരിക്കുകയാണ്. അല്ല, ഒരു കുറെ നേരം വളഞ്ഞിരിക്കുന്നു, കുറച്ചേരം ഒന്ന് നേരം നോളം. അതെ, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് RDOയുമായി ചർച്ച ചെയ്യാം. ഞങ്ങൾക്ക് മൂപ്പരായിട്ട് സംസാരിക്കണ്ട, ഞങ്ങൾക്ക് സംസാരിക്കേണ്ട ആളെ രാജേട്ടൻ. അതെ അതെ, പ്രശ്നം ഉണ്ടാക്കണ്ട, ഒരു വിഷയമല്ല. അല്ല അല്ല അല്ല, സുരാജേട്ടാ, അങ്ങനെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം. നിങ്ങളെ കയറ്റി കഴിഞ്ഞു, എൻട്രി കിട്ടി. കോമഡി കലയുടെ ബോറടി മാറ്റിയ വെഞ്ഞാറമൂടെന്ന നാട്ടിലെ സിനിമാ താരം ജടകൾ ചാകരയാകുന്ന കാലത്ത്
തടയില്ലാത്തൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ പേരറിയാത്തവൻ എന്നൊരു സിനിമയിൽ പേരെടുത്തുള്ളൊരു ചിരിയുടെ മരപടക്കം സൂരജ് 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 വെഞ്ഞാറമൂട് സൂരജ് സിന്ദാബാദ് കോമഡി കലയുടെ ബോറടി മാറ്റിയ വെഞ്ഞാറമൂട് എന്ന നാട്ടിലെ സിനിമാ താരം ജടകൾ ചാകരയാകുന്ന കാലത്ത് തടയില്ലാത്തൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ പേരറിയാത്തവൻ എന്നൊരു സിനിമയിൽ പേരെടുത്തുള്ളൊരു ചിരിയുടെ മാലപടക്കം സൂരജ് സൂരജ് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൻ്റെ ആദ്യ എപ്പിസോഡിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന 2 പേരറിയാലോ. എന്തായാലും ഒരുപാട് സന്തോഷമായി. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും അതുപോലെ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും വേണ്ടിയിട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഇവൻ മര്യാദ രാമൻ ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയോട്ടെ, ഇവൻ മര്യാദ രാമനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഓഡിയൻസിന് അറിയേണ്ട കാര്യമുണ്ട്. കാരണം അതിൻ്റെ ഡയറക്ടർ തന്നെ പുതിയ ആളാണ്, സുരേഷ് ദിവാകർ. അതെ, സുരേഷിൻ്റെ ആദ്യത്തെ സിനിമയാണ്. പക്ഷേ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ലാംഗ്വേജിൽ പല പല രൂപത്തിൽ വന്നിട്ടുള്ള ഒരിതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ത്രില്ലർ തെലുങ്കാണ് സ്റ്റാർട്ട് ചെയ്തത്, മര്യാദ ഇംഗ്ലീഷാണ് സ്റ്റാർട്ട് ചെയ്തത്. 1920-ലുള്ള സിനിമയാണ്, 20-ലുള്ളതാണ്. 1920-ലുള്ളതാണ്. അതിനുശേഷം അത് തെലുങ്കിൽ, തെലുങ്ക്, ഹിന്ദി, തമിഴ്, അങ്ങനെ മലയാളത്തിൽ വന്നു. പക്ഷേ ആ സിനിമ കുടുംബ പ്രേക്ഷകർ, കുട്ടികൾ, കുടുംബങ്ങൾ നന്നായിട്ട് സ്വീകരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ഹാഫിൽ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ. ഇപ്പം ഇത്തവണ നമ്മൾ സുരാജൊക്കെ ഭയങ്കര ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാജു ആണ് ഇത്തവണ, സാജു നവോദയാണ് നമ്മുടെ കൂടെ അഭിനയിച്ചത്. നമ്മുടെ ടീം മെമ്പറാണ്. അതെ, സാജുവിനെ ശരിക്കും പറഞ്ഞാൽ പാഷാണ ഷാജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് കൂടുതൽ അറിയാം. ഷാജി എന്ന് പറയും. പക്ഷേ ഇതിലൂടെ വന്നപ്പോൾ കറക്റ്റ് സാജു എന്ന് പറഞ്ഞാൽ അറിയുമല്ലേ. സാജു, അതുപോലെ തന്നെ ശ്രീകുമാർ, പിന്നെ കുറേ പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ക്യാൻവാസിലുള്ളൊരു സിനിമ, അതുപോലെ ഗോപി സുന്ദരത്തിൻ്റെ മ്യൂസിക്, നാഷണൽ അവാർഡ് വാങ്ങിച്ച നിന്നെ പോലെ. താങ്ക് യു. ഗോപി സുന്ദറിൻ്റെ 2-3 പാട്ടുകൾ ഹിറ്റാണ്. പിന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ പാട്ടിൽ പൊതിഞ്ഞ റീ റെക്കോർഡിംഗ് ആണ്. അതെ അതെ, പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനായിരുന്നല്ലോ നാഷണൽ അവാർഡ്. അതെ 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 അതെ. അപ്പം ദൈവാനുഗ്രഹിച്ച് ഈ സിനിമ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആഘോഷ സിനിമയായി മാറിയതിൽ, അങ്ങനെ മാറ്റിയതിൽ വലിയ സന്തോഷം. ഇനി ഇപ്പോൾ നമ്മുടെ ഏപ്രിൽ മാസത്തിൽ, അല്ലെങ്കിൽ പിന്നെ വിഷുവിന് റിലീസായി ഇവൻ മര്യാദ രാമൻ തുടങ്ങി. ഇപ്പോൾ മെയ് മാസം എത്തുമ്പോഴത്തേനും അതിൽ ചന്ദ്രേട്ടനിൽ ചെന്ന് അവസാനിക്കുന്നു. പിടികിട്ടിയോ? അടുത്ത് റിലീസാകാൻ പോകുന്ന പടം ചന്ദ്രേട്ടൻ എവിടെയാ. അതാണ് അതിലെ ഒരു നായികയാണ് നമിത. ഒരാളുകൂടി ഉണ്ട്, അനുശ്രീ. അപ്പോൾ ഒരാളെ ഇവിടെ വന്നിട്ടുള്ളൂ. ഇനി അതിലൊരു വെറൈറ്റി വേഷമായിട്ട് വേറൊരാളും കൂടെ വന്നു, അതും കൂടെ പറഞ്ഞേക്കും. അതിലെ ഒരു ഇളയത് എന്ന് പറഞ്ഞ വേഷം ചെയ്തത് നമ്മുടെ ഈ മഹാനായ നടനാണ്. താങ്ക് യു. ഓക്കെ, ഇളയത് എന്ന് പറയുന്ന ഈ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുന്ന ഒരാളാണ്. അതെ, അതും 100% ഫാമിലി എൻ്റർടൈനറാണ്. ഭയങ്കര ജെന്യുവനായിട്ടുള്ള സിനിമ, അതും നർമ്മത്തിൽ പൊതിഞ്ഞൊരു സിനിമ തന്നെയാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥ് ഭരതൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ KPS ലളിതേച്ചിയുടെയും ഭരതേട്ടൻ്റെയും മകനായ സിദ്ധാർത്ഥൻ, അതുപോലെ സമീർ താഹിർ, ഷൈജു ഖാലിദ്, ആഷിഖ് ഉസ്മാൻ, അവർ നിർമ്മിക്കുന്ന സന്തോഷ് ഇച്ചിക്കാനം എഴുതിയിരിക്കുന്ന സിനിമ. തീർച്ചയായിട്ടും അത് വേറെ അനുഭവമുള്ള ഒരു സിനിമ തന്നെയായിരിക്കും. കാരണം അതിൻ്റെ ടീസറൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര വലിയ ഹിറ്റായി. അതിനെക്കുറിച്ച് ഭയങ്കര അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ 3 പേരും ആ സിനിമയിലുണ്ട്. അവർ കാണും, വിജയിപ്പിക്കും, അല്ലേ? താങ്ക് യു. ഇനി നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റിനെ കുറിച്ച് ഇത്രയും നേരം ചേട്ടൻ ഇരുന്നു. നമ്മുടെ പ്രോഗ്രാമും സ്കിറ്റുകളും എല്ലാം നിങ്ങൾ 2 പേരും കണ്ടു. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഒരു ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ഈ ചാനലിൽ ഗംഭീരമായ തുടക്കം, അത് മുന്നിലേക്ക് ഉയർച്ചയിലേക്ക്
ഫ്ലവേഴ്സ് ഉയരട്ടെ, പൂക്കൾ വിരിയട്ടെ, അല്ലേ? ദളങ്ങൾ ഇങ്ങനെ കാരണം അത് ഇപ്പം തന്നെ ഒന്നും പറയാനില്ല. അതുപോലത്തെ സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാലുള്ള ട്രീറ്റ്മെൻറ്റ് അതൊക്കെ എടുത്തു പറയേണ്ട വിഷയങ്ങൾ തന്നെയാണ്. പിന്നെ കോമഡി സൂപ്പർ നൈറ്റ് ഇനി അങ്ങോട്ടങ്ങോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് രസിക്കാവുന്ന ഒരുപാട് വിഭവങ്ങൾ, നർമ്മ മുഹൂർത്തങ്ങൾ ആയിട്ടുമാണ് ഡാൻസ്, അതെ, പാട്ട് എല്ലാം കൊണ്ട് മിക്സ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ എപ്പിസോഡിൽ നമുക്ക് വരാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഇതിലേക്ക് വിളിച്ച ഇതിൻ്റെ എല്ലാവർക്കും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി. 2 വാക്കിൽ വളരെ നന്ദി. വളരെയധികം സന്തോഷമുണ്ട് ഫ്ലാഷ് ചാനലിലെ ഈ ഒരു പ്രോഗ്രാം കോമഡി നൈറ്റ് സൂപ്പർ നൈറ്റ് വരാൻ കഴിഞ്ഞതിൽ. കാരണം ഞാനിവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ സെറ്റും അതുപോലെ തന്നെ കോമഡി സ്കിറ്റ്സ് അല്ലെങ്കിൽ ഡാൻസ് എന്ത് ചെയ്യുമ്പോഴും അതിനുണ്ടാവുന്ന ഭയങ്കര അട്രാക്ഷൻ അല്ലേ. അതിന്റെ നമ്മളത് വിട്ടുപോയി. ഇതിന്റെ ഹൈലൈറ്റ് സുരാജേട്ടൻ തന്നെയാണ്. ഞാനല്ല, ശരിക്കും ഇതിൻ്റെ കൂടെ നിൽക്കുന്ന നമ്മുടെ 6 മഹത്തരമായ ടീമുകളാണ്. അവരുടെ ആ ടീം വർക്ക്, പിന്നെ ഇതിൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, എല്ലാവർക്കും എന്തായാലും കോമഡി സൂപ്പർ നൈറ്റ് ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഇരുന്ന് ആസ്വദിച്ച എല്ലാവർക്കും താങ്ക് യു. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. Welcome back to Luna's Comedy Super Night.